ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ, അമ്പൂൻ്റെ അച്ഛൻ്റെ പിറന്നാളല്ലേ. അമ്പൂൻ്റെ അച്ഛനോട് ഹാപ്പി ബർത്ത്ഡേ പറ അച്ഛനോട് ഹാപ്പി ബർത്ത്ഡേ പറ. ഒരു ഉമ്മയൊക്കെ കൊടുത്താളെ അച്ഛന്, ഉമ്മയൊക്കെ കൊടുക്ക. മിസ് എന്ന് പറഞ്ഞാള് അച്ഛന് നമ്മളൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറ അച്ഛനോട് പറ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വ്ളോഗ് കാരണം അനുവേട്ടൻ്റെ പിറന്നാളാണ്. ഒരാളത് ഇവിടെ അനുവേട്ടൻ്റെ പിറന്നാളാണ്. അപ്പം ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഒന്നിനും പറ്റത്തില്ല, ഒരു കേക്ക് മുറിക്കാനും ഒന്നിനും പറ്റത്തില്ല. അപ്പം അനുവേട്ട അവിടെയാണ്. പിന്നെ അതുപോലെ അനുവേട്ട മാല ഇട്ടിട്ടുണ്ട്. അപ്പം വലുതായിട്ട് ഒന്നും പറ്റത്തില്ല. കഴിഞ്ഞ തവണ ഇതേപോലെയായിരുന്നു, മലയ്ക്ക് പോയി വന്ന സമയത്ത് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന ശേഷം ആഘോഷിച്ചിട്ടുണ്ട്, പിറന്നാളെല്ലാം ആഘോഷിച്ചിട്ടുണ്ട്. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കട്ടെ, അപ്പോഴാണ് വിചാരിച്ച് ഇൻട്രോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന ഒരുപാട് ദിവസം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നിങ്ങനെ അപ്പോൾ അതിന് നല്ലൊരു ദിവസമായിട്ട് അനുവേട്ടൻ്റെ പിറന്നാളെന്ന് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളതിൻ്റെ മുന്നും ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പം അടുത്തും അനുവേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഒരാൾക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും ആരും കാണിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ഭാഗം ഞാൻ എടുക്കണ്ടേ എപ്പോഴും ഞാൻ ഒരു ഇതിലാണ്. ചിലപ്പോൾ ഞാൻ ആ ഭാഗം ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ ആഡ് ചെയ്യത്തില്ല, കാര്യം പറഞ്ഞു പോകത്തുള്ളൂ. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലും ഇടത് വലത് കൈ കൊടുക്കണം ഇടത് കൈ അറിഞ്ഞുകൂടാതെ, അങ്ങനെ എന്തൊക്കെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എനിക്ക് അപ്പം എന്താണോ തോന്നുന്നത് അതുപോലെ ഞാൻ ചെയ്യും. ഇതിന് നെഗറ്റീവ് ഇടുമെന്നാണ് എനിക്ക് നല്ലൊരു പേടി. നെഗറ്റീവ് വരുമോ, ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് നെഗറ്റീവ് എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നു. ആൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്, അങ്ങനെയൊക്കെ വരും എന്ന് എനിക്കറിയാം. പക്ഷേ നോക്കട്ടെ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഞാൻ എടുക്കാം. അപ്പം നമ്മളിവിടെ അടുത്തുള്ളൊരു കടയിലാണ് ഊണ് കൊടുക്കുക. അപ്പോൾ 11:30 ആകുമ്പോൾ അവർ ചെല്ലാൻ പറഞ്ഞ സമയം ഇപ്പം 10:30 കഴിഞ്ഞ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഡ്രസ്സ് ചെയ്ത് കണ്ട മുഖത്തൊക്കെ പകുതി ചെയ്തിട്ടുള്ളൂ. അപ്പം പിള്ളേരെ മാറ്റിക്കാണ്ട് അമ്പൂട്ടിയും എല്ലാവരും ഉണ്ട്, അമ്മയൊക്കെ വരുന്നുണ്ട്. അമ്മയൊക്കെ കുണ്ടായത്തോട് നിൽക്കും, അമ്മ പിള്ളേരെ കുണ്ടായത്തോട് നിൽക്കും. ഞാനും അപ്പും കൂടെ അവിടുന്ന് ബൈക്ക് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വെള്ളമൊക്കെ വാങ്ങിക്കാണ്ട്, വെള്ളം ഞാൻ ഇവിടെ രാമനാട്ടിലെ ഭാരതം നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങ് പോവാം ഗൈസ്. എങ്ങനെ ഞാനോ നന്ദൂട്ടി, അമ്മ, അമ്പൂട്ടി, ഉണ്ണി, നമ്മളെല്ലാവരും കൂടെ പാപ്പൻ്റെ കാറ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം സാധനം എടുക്കാണ്ടിരുന്നു. അപ്പം അങ്ങനെ പോകാമെന്ന് വെച്ചു. അങ്ങനെ അത് നമ്മളവിടെയാണെങ്കിൽ ഒടുക്കത്തെ മഴ കാരണം നല്ല മഴ കിട്ടും. നല്ല രാത്രി തുടങ്ങിയ മഴയാണ്, ഈ നേരം വരെ നിന്നിട്ടില്ല. അപ്പോൾ കുണ്ടായത്തോട് വരെ കാറ് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഫുഡ് ഏൽപ്പിച്ചത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ഹോട്ടലാട്ടോ, ഇവിടെയാണ് ഊണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാ ഒരു കവറ് വെള്ളവും കൂടെ വാങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം വാങ്ങാൻ വേണ്ടി നമ്മളെ ഭാരതിലോട്ട് വന്നിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും വെള്ളം എടുക്കണം ഗൈസ്. പിന്നെ നന്ദു എൻ്റെ അച്ഛൻ്റെ ഷോപ്പിലെത്തിയിട്ട്, അപ്പോൾ നന്ദു അച്ഛനെ വിളിക്കുകയാണ്, അച്ഛ എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടോ. എന്താ വെച്ചാൽ വരുന്ന വഴിക്ക് മഴയായതുകൊണ്ട് ആരും അങ്ങനെ ഞാനും അപ്പം കൂടിയാണ്. ആ ഒരു ഹോട്ടലിൽ ഞാൻ കാണിച്ച് വേറെ ഒന്നുമില്ല. അതിനോട്ട് ഫസ്റ്റ് ടൈം എന്നെ കാണാൻ വന്നപ്പോൾ അവിടെയാണ് റൂം എടുത്തിരുന്നത്. അതാണ് ഞാൻ എടുത്തത്, ആ ഒരു ഭാഗം. നമ്മൾ എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇവിടെ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ആരും കണ്ടില്ല, വരുന്ന വഴിക്കായാലും ആരും കണ്ടില്ല നമ്മൾ. പിന്നെ ഗൈസ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, അനുവേട്ടൻ്റെ പിറന്നാളാണ്. അപ്പം ഈ ദിവസം തന്നെ എനിക്ക് ചെയ്യണം തോന്നി. വേറെ ഒന്നുമല്ല, ഒരുപാട് ദിവസമായി ചെയ്യണമെന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ദിവസം എത്തട്ടെ എന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഒരു ദിവസത്തിൽ അനുവേട്ടൻ്റെ പിറന്നാൾ സംബന്ധിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കല്യാണത്തിന് മുന്നേ നമ്മളൊരു സ്നേഹതീരം വൃദ്ധസദനം ഉണ്ട് നമ്മളെ ഫറോക്ക്, അവിടെയാണ് കൊടുത്തോണ്ടിയത്. അപ്പോൾ പിന്നെ അവിടെ ഇല്ല എന്ന് പറഞ്ഞു, അതായത് മുന്നേ നിന്ന് ചേച്ചിനെ വിളിച്ചപ്പം അവരവിടെ ഇല്ല എന്ന് പറഞ്ഞു. അത് വേറെ എവിടേക്കോ മാറ്റിയിട്ടുണ്ടായിരുന്നു, പരുത്തിപ്പാറ റോഡ്. അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല.
അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ആൾക്കാർക്ക് സഹായം ചെയ്യണം, അത്രയും നന്ന്. ഞാൻ ഇത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, പിന്നെയും വിചാരിച്ച് എടുക്കാം. വേണോ വേണ്ടതൊന്നും ഇത് ചിലപ്പോൾ വീഡിയോ ഇടുമോ എന്താണെന്ന് അറിഞ്ഞുവിടും. എന്ന് വെച്ചാൽ 2 മനസ്സോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഞാൻ കണ്ടിട്ട് തന്നെ ഒരാൾക്ക് ചെയ്യണം തോന്നുന്നുണ്ട്, അങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. അവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇത്ര സമയമായി, എന്നിട്ട് അവരെ നമ്മളടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ ചേച്ചി അത്ര നേരം വിശന്നിരിക്കുന്നത്. അപ്പൂപ്പനും മാമിയൊക്കെ അത് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം. അപ്പോൾ വീഡിയോ കണ്ടത് ഞാൻ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ, കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് വന്നപ്പോഴെന്നെയാണ് നമ്മൾ അവിടെ ഒരാളെയും നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അവിടുന്ന് അവരെ ഫ്രണ്ട്സായിട്ട് അവരെല്ലാവരെയും വിളിച്ച് കൊണ്ടുവന്നു. നമ്മളിലുള്ള ഫുഡെല്ലാം കൊടുത്തു, അവർക്ക് തന്നെ കൊടുത്തു. അവിടുന്ന് കുറച്ച് തന്നെ അവിടെ നിന്ന് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നു ബസ് സ്റ്റാൻഡ് അവിടേക്ക് വന്നപ്പോൾ അവിടെ നിന്നും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇത് കൊടുക്കാണ്ട് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ചില ആൾക്കാർ അതായത് റോഡിൽ വഴി പോകുന്ന ആൾക്കാർ നമ്മൾ വണ്ടിയെല്ലാം, അതാണ് ഞാൻ ബൈക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ അമ്മയൊക്കെ പറഞ്ഞ് കാറെടുത്ത് പോയി. അന്നാണെങ്കിലും പെരും മഴ, ഇല്ലാത്ത മഴയില്ല അന്നിൻ്റെ. അപ്പോൾ അന്നത്തെ ആ ദിവസം, അതായത് ഡിസംബർ 2 നല്ല മഴ. ആ മഴയും കൊണ്ടാണ് ഞാനും അപ്പം കൂടെ നടന്ന് ഫുഡെല്ലാം ഒന്ന് കൊടുത്തിരുന്നത്. എന്താ വെച്ചാൽ നല്ല പെരുമഴ പറഞ്ഞാൽ പെരുമഴ. എന്താ വെച്ചാൽ ബൈക്കാകുമ്പോൾ നമുക്ക് ഏതിലും വേണമെങ്കിൽ കൊണ്ടുപോകാം, മറ്റു കാറാകുമ്പോൾ നമുക്ക് റോഡ് സൈഡിലിടാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പം അമ്മ നന്നായി പറഞ്ഞ് കാറ് കൊണ്ടുപോയിക്കോ, അച്ഛമ്മയൊക്കെ പറഞ്ഞത് എങ്ങനെ കൊണ്ടുപോകും, കാറിൽ പോകണമല്ലേ നല്ലത്. അപ്പോൾ പറഞ്ഞു കാറാകുമ്പോൾ ഇപ്പം ഒരാളെ കണ്ട് ആ കാറാണെങ്കിൽ സൈഡ് നിർത്തണം, എന്നിട്ട് വേണം തുറന്ന് എടുത്തു കൊടുക്കാനൊക്കെ. പക്ഷെ ബൈക്കാകുമ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് സൈഡാക്കി കണ്ടാൽ നമുക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യാം. പിന്നെ കാറെല്ലാം ഒതുക്കി ഇടണം. അത് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കാറിലായിരുന്നു പോയത്. പിന്നെ അത്രയും സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് ഡൗട്ടായിരുന്നു ബൈക്കിലെല്ലാം കൂടെ. പിന്നെ ഞാനും അപ്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ട് കൊണ്ടുപോയി. കുറേ ഫ്രണ്ടിലും വെച്ച്, കുറേ എൻ്റെ അടുത്തും വെച്ച്, എൻ്റെ സെൻറ്ററിലും വെച്ച്, അങ്ങനെ കുറേ ഡിക്കിയിൽ, അതായത് സീറ്റിൻ്റെ ഉള്ളിലും വെച്ച്, അങ്ങനെ കുറേ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല പേടിയുണ്ട് ഈ വീഡിയോ ഇടുമ്പോൾ കമൻറ്റ് എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ചെറിയൊരു ടെൻഷൻ, നെഗറ്റീവ് കമൻറ്റ് വരുമോ എന്നൊരു വിക്സത, ആ ഒരു പേടിയുണ്ട് എനിക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ അന്നാണ് ഇത്ര ഹോസ്പിറ്റലിൽ പോയി. ഇന്നിപ്പോൾ 4-ാം തീയതി, 4 5 ഒറ്റയായി. അപ്പോൾ ഇതാ മക്കൾക്ക് ഇതാ തുറക്കാൻ പാടില്ല, വിക്സാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി, കുഴപ്പമൊന്നുമില്ല. അപ്പം ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അങ്ങോട്ട് വേണ്ടത്തോട്ട് പോകാൻ ചിലപ്പോൾ. ഇല്ലേ അനുവേട്ടൻ മലയ്ക്ക് പോയി വന്നത് ഷോപ്പിൽ അനുവേട്ടൻ മാത്രമേ ഉള്ളൂ. പകൽ ഒരു ചേച്ചി വേണം. അപ്പം രാത്രി ചില ടൈമൊക്കെ നല്ല തിരക്കാകുമ്പോൾ എന്താ പറയുക, അനുവേട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ട് അപ്പോൾ ആരെയും നിർത്തി പോരാൻ പറ്റത്തില്ല. അതാണ് നമുക്കൊരാരും ഇല്ല ഷോപ്പിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം ഇതേപോലെ ഫുഡ് ഉണ്ടാക്കാനും താല്പര്യമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ജ്യൂസ് മേക്കേഴ്സും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചത്, എനിക്ക് വലിയ അനുവേട്ടൻ ആർക്കായാലും മെസ്സേജ് അയച്ചത്. നമ്മൾ നെയ്യാറ്റിൻകര ബാലരാമപുരം ആ ഒരു ഏരിയക്കകത്ത് നിങ്ങളെ ഫ്രണ്ട്സും ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇതിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി വൈകിട്ടത്തേക്ക് ആണ് നമുക്ക് വേണ്ടത്. എന്താ വെച്ചാൽ വൈകിട്ടത്ത് ഇപ്പം അനുവേട്ട ഒറ്റയ്ക്കാണ് നിൽക്കാറ്. ചിലപ്പം കൂടുള്ള ചേട്ടൻ ഉണ്ടാകും, എങ്കിലും നമുക്ക് സ്ഥിരമായിട്ടൊരാൾ വേണം. അപ്പം അനുവേട്ടനിപ്പോൾ ഒന്ന് അങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഒരാളെന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു സ്ഥലമുണ്ട്, നെയ്യാറ്റിൻകര ഗ്രാമം പെട്രോൾ പമ്പിൻ്റെ അകത്താണ് നമ്മൾ ഈ കഫേ വരുന്നത്. എന്ത് മക്കളത് ഇതൊക്കെ ഫോൺ വിളിച്ചു നോക്കുക, ഹലോ വിളിച്ചു നോക്കും, അച്ഛനെ വിളിച്ചു നോക്കും മക്കൾ. ഇത് തുറക്കാൻ പാടില്ല, വിക്സാണ്. നമുക്ക് ഇവിടെ വിക്സ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ വേദനയായോ വിക്സ് തേച്ചരേ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വൈകാതെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയി, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവർക്കും നന്ദി. അപ്പോൾ മുന്നോട്ട് ഇനിയും സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വാവു ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.